എമ്പുരാനു മുൻപ് സ്റ്റീഫൻ നെടുമ്പള്ളി ഒന്നുകൂടി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയേക്കും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് എമ്പുരാൻ. ഇപ്പോഴിതാ എമ്പുരാൻ റിലീസ് ചെയ്യുന്നതിന് മുന്നോടിയായി ലൂസിഫർ വീണ്ടും തിയേറ്ററിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സ് തുറന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ. എമ്പുരാന് മുൻപ് ലൂസിഫർ റീ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നാൽ അതിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ സക്സസ് മീറ്റിലാണ് ആന്റണി പെരുമ്പാവൂർ ഇക്കാര്യം പറഞ്ഞത്. ലൂസിഫർ വീണ്ടും റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തിയേറ്ററിൽ 2 ആഴ്ച പ്രദർശിപ്പിക്കണം. അതിനുശേഷം എമ്പുരാൻ റിലീസ് ചെയ്യണമെന്ന ആഗ്രഹം മനസ്സിലുണ്ട്. കൂടുതലൊന്നും തീരുമാനിച്ചിട്ടില്ലെന്നുമാണ് ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കിയത്. 2019 ലൂസിഫർ റിലീസ് ചെയ്തത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായി മോഹൻലാൽ നിറഞ്ഞാടിയ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, വിവേക് ഒബ്രോയ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് സുകുമാരൻ തുടങ്ങി ഒട്ടനവധി താരങ്ങൾ അണിനിരന്നിരുന്നു. അതേസമയം എമ്പുരാൻ പാൻ ഇന്ത്യൻ റിലീസായാണ് തിയേറ്ററുകളിലെത്തുന്നത്. ലൂസിഫറിൽ ഉണ്ടായിരുന്ന പ്രധാന താരങ്ങളെല്ലാം തന്നെ എമ്പുരാനിലും ഉണ്ടായിരിക്കും. ലൂസിഫർ പാർട്ട് 3 ചിലപ്പോൾ സംഭവിച്ചേക്കുമെന്നും പൃഥ്വിരാജ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എമ്പുരാനിലൂടെ കഥ പറഞ്ഞു തീരില്ലെന്നും അതുകൊണ്ട് തന്നെ പാർട്ട് 3 ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നുമാണ് പൃഥ്വിരാജ് ടീസർ ലോഞ്ചിനിടെ പറഞ്ഞത്. വമ്പൻ ബജറ്റിലാണ് എമ്പുരാൻ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. സിനിമയുടെ ടീസർ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇതിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. എമ്പുരാൻ ഐമാക്സ് സ്ക്രീനിലടക്കം റിലീസിനെത്തുമെന്ന സൂചനയാണ് പൃഥ്വിരാജ് നൽകുന്നത്. അങ്ങനെയെങ്കിൽ അത് കളക്ഷനെ വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും കാരണമാകും. ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആകും ചിത്രമെന്ന സൂചനയാണ് ടീസർ നൽകുന്നത്. വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയുന്ന എല്ലാം തന്നെ സിനിമയിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് ടീസർ നൽകുന്നത്. 2025 മാർച്ച് 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തും. എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സ്വീക്വലുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന അബ്രാം ഖുറേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും വാർത്തകളുണ്ട്. ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സാനിയ ഇയ്യപ്പൻ, സായ് കുമാർ, ഇന്ദ്രജിത്ത് സുകുമാരൻ, ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വെഞ്ഞാറമൂട്, ഷൈൻ ടോം ചാക്കോ, ഷറഫുദ്ദീൻ, അർജുൻ ദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും എമ്പുരാനിലുണ്ട്.